ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഫലകരമായ ക്രിസ്തീയ ജീവിതം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവരെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1, ദൈവത്തിൽ വസിക്കുക. 2, വചനത്തിൽ വസിക്കുക. 3, ദൈവസ്നേഹത്തിൽ വസിക്കുക. ഇതെങ്ങനെ സാധിക്കും? ദൈവത്തിൽ വസിക്കുക. ദൈവത്തിൻ്റെ വചനം നാം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ വസിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധിക്കാത്തതുപോലെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുമ്പോൾ നിങ്ങൾ വളരെ ഫലം കായ്ക്കും എന്ന് ദൈവവചനം പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൽ വസിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ ദൈവത്തിൽ വസിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം ഫലകരമായ ക്രിസ്തീയ ജീവിതമായി തീരും എന്നുള്ളതാണ്. 2, വചനത്തിൽ വസിപ്പീൻ എന്നുള്ളതാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയതായ തിരുവചനം ദൈവം നമുക്ക് തൻ്റെ ഭക്തന്മാരിലൂടെ നൽകിയിട്ടുണ്ട്. ഈ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഫലകരമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഫലകരമായ ക്രിസ്തീയ ജീവിതത്തിന് രണ്ടാമതായിട്ട് വചനത്തിൽ വസിക്കുക എന്നുള്ളതാണ്. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. വചനം ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാവ് കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. 3, ദൈവസ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് നാം കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്നത്. ആ സ്നേഹത്തിൽ വസിക്കുക, ആ സ്നേഹത്തിൽ വളരുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ സ്നേഹം നമുക്ക് ലഭിച്ചത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നതോട് പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കുന്ന തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനായ ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചതായ സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതായ സ്നേഹമാണ് അവിടെ പറയുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അത് പുത്രനെ നൽകിക്കൊണ്ടുള്ളതായ സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നൽകലിൽ അധിഷ്ഠിതമാണ്. നാം ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും നൽകി സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം നൽകലിൽ അധിഷ്ഠിതമാണ്. യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകിക്കൊണ്ട് പിതാവായ ദൈവം സ്നേഹം, ലോകത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ്. 1, ദൈവത്തിൽ വസിക്കുക. 2, വചനത്തിൽ വസിക്കുക. 3, ദൈവസ്നേഹത്തിൽ വസിക്കുക. അങ്ങനെ ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിന് അങ്ങയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളായ അടിയങ്ങൾ കർത്താവെ തിരുവചനം ധ്യാനിക്കുകയായിരുന്നല്ലോ. ദൈവമായ കർത്താവെ, ദൈവവചനത്തിൽ വസിക്കുവാനും ദൈവസ്നേഹത്തിൽ വസിക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും ദൈവത്തിൽ വസിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുക കർത്താവെ.
ദൈവത്തിൽ വസിച്ച്, വചനത്തിൽ വസിച്ച്, ദൈവസ്നേഹത്തിൽ വസിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ഫലകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. ഈ വചനം കേൾക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവർ അഭിമുഖീകരിക്കുന്ന ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആണെങ്കിലും ദൈവമേ അവിടെ വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവകൃപയിൽ അവിടെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്മകളാൽ നിറച്ച ഐശ്വര്യത്തോടെ പരിപാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംബന്ധ സഹവാസവും വാഴുകളും നാം എല്ലാവരോടും കൂടി എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.